ഇന്നത്തെ കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആശാന്റെ വഴക്കുകളൊക്കെ കേട്ടെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാതെ ആശാന് വേണ്ടി ഓടിപ്പാഞ്ഞ് കിട്ടിയ വണ്ടിയും പിടിച്ചെന്താണ് ഓടി വരുവാണ് നമ്മുടെ കമലൻ. കല്യാണം സത്യഭാമ ഇവിടെ ഉറപ്പിക്കുന്നതിന് മുമ്പേ കമലൻ വന്ന് വിഷ്ണുവിൻ്റെ കാതിൽ ആ ഒരു കാര്യം പറയണം. ആശാനെ ആശാനെ ഞാൻ കണ്ട ആശാനെ, ഏട്ടത്തെ അമ്മയെ ഞാൻ കണ്ട്, ഞാൻ ഇന്ന് ഇവിടെ കണ്ട് ആശാനെ, ആശാനെ എന്നെ കണ്ടു എന്ന് പറയുന്നതും ഇത് കേട്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാവരും നെട്ടിത്തരിച്ച് നിൽക്കുന്നതും വിഷ്ണു അത് കേട്ട പാടെ എന്താണ് പരിസരം എല്ലാം മറന്ന് വിഷ്ണുവിൻ്റെ സങ്കടം നിറഞ്ഞ കണ്ണും കൊണ്ട് വിഷ്ണു എന്താണ് നീ എവിടെ വെച്ചാ കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണ് നേരെ കമലിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ പോവാണ്, അതായത് ശാലിനി അന്വേഷിക്കാൻ. അന്നേരത്തേക്ക് സത്യഭാമ വന്ന് അവിടെ തടയുന്നതും സത്യഭാമ തടയുമ്പോഴത്തേക്കും അമ്മ എന്ന് പറയുന്നതും ലാസ്റ്റ് എന്താണ് അമ്മയെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പകുതി വരെ അമ്മ എന്തോ കാണിക്കുന്നത് പറയാനായിട്ട് കൈ എന്താണ് മുകൾ വരെ ഉയർത്തിയ വിഷ്ണു ആ കൈ താഴ്ത്തി അങ്ങ് പിടിക്കൊണ്ട് പിന്നെ എന്താണ് ഇരിക്കടാ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതായത് സ്കൂളിൽ ഒരു LKG കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് സത്യാമ്മ സ്വന്തം മോനെ ട്രീറ്റ് ചെയ്യുന്നത്. വളർന്നു പന്തലിച്ച് ഇത്രയായിട്ട് അങ്ങനത്തെ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അമ്മ എന്ന ബഹുമാനം കളയാതിരിക്കാനായി വിഷ്ണു പെടുന്ന പാടുണ്ടല്ലോ, അമ്മയുടെ ജീവന് കൊടുക്കുന്ന ഒരു വില, ആ ഒരു വിലയ്ക്ക് വേണ്ടി മാത്രം വിഷ്ണു കാണിക്കുന്ന ഒരു ത്യാഗം, സ്വന്തം സ്നേഹം വേണ്ടെന്ന് വയ്ക്കുന്നത്, അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ലാസ്റ്റ് വിഷ്ണുവിനെ അങ്ങനെ ഇരുത്തുമ്പോഴത്തേക്കും വിഷ്ണു എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെറ്റിക്കകത്തൊന്ന് അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ട് മധുശ്രീ നെട്ടി വിറച്ചിരിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ സത്യാമ്മ കൈകൂപ്പി മാപ്പ് പറയുവാണ് കമലേട്ടത്തിയോടും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ശിവൻകുട്ടിയേട്ടനുണ്ടല്ലോ അയാളോടും മധുശ്രീയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറയുവാണ്. അത് മധുശ്രീയോടും പറയുവാണ്, അയ്യോ മനസ്സാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്തിട്ടില്ലാതെ ഈ കുട്ടിയെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു കുറ്റം പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചെറിയ കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് നിങ്ങളെ ആക്ഷേപിച്ചത്, അതിന് ഞങ്ങളോട് ക്ഷമിക്കണം. സത്യാമ്മയുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഏറ്റെടുത്തതിനകത്ത് എന്നോടും എൻ്റെ കുടുംബത്തിനോടും നിങ്ങൾ ക്ഷമിക്കണം ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ പറയുവാണ്. ഉടനെ ശിവൻകുട്ടി പറയുവാണ്, അയ്യോ അതൊന്നും ക്ഷമയൊന്നും പറയേണ്ട സത്യാമ്മ, ഇത്രയും വലിയ വാക്കുകളിലൊന്നും സത്യാമ്മ പറയണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യാമ്മയുടെ കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. ആ മഹാഭാഗ്യത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് സത്യാമ്മ ഇങ്ങനത്തെ കാര്യത്തിന് ഈ എന്താണ് മാപ്പൊക്കെ പറയേണ്ടതെന്ന്, അത് കുട്ടിയല്ലേ ഞങ്ങൾ അതങ്ങ് ക്ഷമിച്ചു, അത് നിങ്ങളുടെ വലിയ മനസ്സ്, എന്നാലും മാപ്പ് പറയേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ ആയിട്ട് രാഘവേട്ടനങ്ങ് ചൊറിഞ്ഞിരിക്കുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേറെ പണിയില്ല, ഇവൾ കൈകൂപ്പാനൊക്കെ പോകുന്നുള്ള രീതിക്ക്. നമ്മൾ പപ്പി മോളാണെങ്കിൽ എന്നാലും അച്ഛമ്മ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ, ആര് ഞാൻ പറഞ്ഞ് വിശ്വസിച്ചില്ലോ എന്ന് പപ്പി മോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നേരെ കമലൻ്റെ എന്താണ് ബൈക്കിങ് വരുവാണ്. കമലൻ ബൈക്ക് വന്ന് ഇറങ്ങിയിട്ട് നേരെ എന്താണ് ബൈക്കൊക്കെ അവിടെ കിട്ടിയിട്ട് കമലൻ അങ്ങ് ഓടിച്ചാടി വരുവാണ്. ആശാനെ 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 എന്ന് വിളിച്ചിട്ട് കയറുമ്പോൾ എല്ലാവരും നോക്കും, ഇതാരാ ആശാനെ ആശാനെ വിളിച്ചിട്ട് ഈ ഇത്രയും ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും കമലനാണ്. കമലൻ വരുന്നത് വിഷ്ണു അന്തം വിട്ടിരിക്കുമോ, കമലൻ എന്ത് പറയാനായി വരുന്നതെന്ന്. ഉടനെ കമലൻ പറയും, ആശാൻ ഞാൻ കണ്ടു, ആശാനെ ഞാൻ ഏട്ടത്തിയമ്മ കണ്ടു. നീ എന്തോടാ പറഞ്ഞേ? ആശാൻ ഞാൻ കണ്ടെന്ന്, ഞാൻ ഏട്ടത്തിയമ്മ കണ്ട്. ഉടനെ വിഷ്ണു അവിടെ നിന്ന് ചാടി എണീറ്റ് ചോദിക്കുവാണ്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ചോദിക്കുവാണ്, നീ എവിടെ വെച്ച് കണ്ട്? രാഘവേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് കസേരയിൽ നിന്ന് എന്താണ് കഴുത്തൊക്കെ തിരിച്ച് നോക്കുവാണ് ഇത് കേൾക്കാൻ വേണ്ടി. ശ്യാമ ആണെങ്കിൽ ആലോചിക്കുവാണ്, എന്നിട്ട് കണ്ടെങ്കിൽ ഇവൻ വരുന്നതിന് മുന്നേ തന്നെ ചേച്ചി ഇവിടെ വരണല്ലേ, എന്നിട്ട് കുഞ്ഞിച്ചിൻ്റെ ഇവിടെ വരാത്ത, അപ്പോൾ കുഞ്ഞിച്ചി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതല്ലേ എന്നൊക്കെ ശ്യാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ടെൻഷൻ്റെ പൂരത്തിനകത്ത് ശ്യാമ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുവാണ്, ഞാൻ കണ്ട ആശാനെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് വേറെ ആരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താണ് തിരിച്ച് പിറകെ ഓടിയിട്ട് എന്താണെന്നറിയോ, ഞാൻ ഏട്ടത്തിയമ്മയെ വിളിച്ചിട്ട് കാറിൻ്റെ പിറകെ ഓടിയിട്ടും എന്താണ് ഏട്ടത്തിയമ്മ ഇതൊന്നും കേട്ടില്ല, ഏട്ടത്തിയമ്മ അങ്ങ് മുന്നോട്ട് പോയി. നീ ശാലിനിയെ കണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്ന് നീ വാടാ, നീ എവിടെ വെച്ചാൽ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് നേരെ കമലനുമായിട്ട് അങ്ങ് വിഷ്ണു പുറത്തേക്ക് പോകാനായിട്ട് അങ്ങ് തയ്യാറാവാണ്. പരിസരം മൊത്തം വിഷ്ണു മറന്നു. ശാലിനി എന്നൊരു വാക്ക് കേൾക്കുമ്പം വിഷ്ണുവിന് പിന്നെ ചുറ്റും ലോകത്തൊന്നും ഓർമ്മ കാണത്തില്ല. വിഷ്ണു എന്താണ് അമ്മ അച്ഛൻ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കാര്യമൊക്കെ അങ്ങ് എടുത്തിട്ടിട്ട് വിഷ്ണു അങ്ങ് എന്താണ് നേരെ കമലൻ്റെ കൂടെ ശാലിനിയെ തേടി പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സത്യാമ്മ മുന്നിൽ കുറുക്കിട്ടുണ്ടോ അങ്ങ് വന്ന് നിൽക്കുമോ. വിഷ്ണു നീ ഇപ്പം എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ വന്നിരിക്കുന്ന ഞാൻ വിളിച്ച് വരുത്തിയ ആൾക്കാരിരിക്കുന്നത്, അവരെ നീ ആക്ഷേപിച്ചിട്ട് ഇവിടെ നീ എവിടെ ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വിഷ്ണു പറയുക, അമ്മേ മാറമ്മേ എനിക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കൈയൊക്കെ അങ്ങ് ഉയരുന്നുണ്ട്. വിഷ്ണു പല്ല് ഞെരിക്കുന്നുണ്ട്. വിഷ്ണു എന്താണ് അങ്ങ് കാട്ടിലെ സിംഹം അങ്ങ് എന്താണ് വേട്ടയ്ക്കായി ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ആ ഒരു പ്രകൃതിക്കകത്ത് വിഷ്ണു നിൽക്കുവാണ്. ആ നിൽക്കുമ്പോഴത്തേക്കും സത്യാമ്മ എന്താണ് വിഷ്ണുവിനെ അങ്ങ് അടക്കാൻ നോക്കുവാണ്, അടക്കി അമർത്താനായിട്ട് നോക്കുക. സിംഹം അമർത്താൻ നോക്കിയാൽ അതിനൊരു ശ്രമം അതിൻ്റെ
അമ്മയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയും. അതുപോലെ എന്താണ് സത്യാമ്മയാണെങ്കിൽ എന്താ അറിയോ, നീ ഒരു സിംഹമാണെങ്കിൽ നിന്റെ അമ്മയാണടാ ഞാൻ ഗർജിക്കാൻ പോകുന്നത്, എന്നിട്ട് തിരിച്ചങ്ങ് ഗർജിക്കുകയാണ്. ആ ഗർജനത്തിനകത്ത് വിഷ്ണുവിന് ഗർജനമാണെങ്കിലും ഗർജനത്തിൻ്റെ ഭയത്തിനേക്കാളും അമ്മയോടുള്ള സ്നേഹം. കാരണം സത്യാമ്മ ലാസ്റ്റ് പറയുന്നുണ്ട് എന്തെന്നറിയോ, ഇവിടെ ഞാൻ വിളിച്ചു വരുത്തിട്ട് ഇരിക്കുന്ന ആൾക്കാരിയ്ക്കുമ്പോൾ നീ ഇവിടുന്ന് അവരെ ആക്ഷേപിച്ചിട്ട് ഇറങ്ങി പോകണമെങ്കിൽ വിഷ്ണു തിരിച്ച് നീ വരുമ്പം ഇവിടെ ഇതിനേക്കാൾ ആൾക്കൂട്ടം കാണും. പക്ഷേ നിന്റെ അമ്മ സത്യാമ്മ ഇവിടെ കാണത്തില്ല. അത് നിനക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ, എന്നെ ജീവനോട് നീ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇപ്പം ഇരിക്കടാ നിന്നോടാ ഇരിക്കാൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വിഷ്ണു അവിടെ എന്താണെന്നറിയോ, സഹി കെട്ട് അമ്മയുടെ ഗർജനത്തിനകത്ത് അമ്മയുടെ സ്നേഹത്തിൽ അമ്മയുടെ ജീവൻ തുലാസി വെക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് വിഷ്ണു അവിടെ എന്താണ് കൈ കുത്തി അങ്ങ് എന്താണ് ആ സെറ്റിയിലേക്ക് കൈയൊക്കെ അങ്ങ് ദേഷ്യത്തിലങ്ങ് അടിച്ചിട്ട് അവിടെ അങ്ങ് ഇരിക്കുവാണ്. ഇത് കണ്ട് മധുശ്രീയൊക്കെ ഞെട്ടിയിരിക്കുവാണ്. ഈ കമലൻ വന്ന് പറയുന്നില്ലേ ആശാനെ ഞാൻ കണ്ടു ഏട്ടത്തേമെന്ന് പറയുമ്പം മധുശ്രീ മനസ്സിൽ ചിന്തിക്കും, അപ്പം ഈ പൊട്ടന്മാർ ഇത്രയും കാലമായിട്ട് ശാലിനി ഇവിടെ ചാർജ് എടുത്ത് കളക്ടറായിട്ട് പോലും അറിഞ്ഞിട്ടില്ലേ, പിന്നെ എന്തോന്ന് സത്യാമ എന്നൊക്കെ മധുശ്രീ മനസ്സിൽ ചിന്തിക്കുന്നു. പെട്ടെന്ന് തന്നെ മധുശ്രീയുടെ മനസ്സിൽ ചിന്തിക്കുവാണ്, ഓ ശാലിനി സീനി വന്നു കഴിഞ്ഞാൽ സീൻ മൊത്തം കോൺട്രാവുമല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിനകത്ത് എന്താണ് മധുശ്രീ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ മധുശ്രീക്ക് അതിൻ്റെ ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷ്ണുവിൻ്റെ ദേഷ്യം കഴിഞ്ഞിട്ട് മധുശ്രീ എന്താണെന്ന് വെച്ചാൽ പേടിച്ച് വിറച്ച് തന്നെ ഇരിക്കുവാണ്. കാരണം ഇത് എവിടെ പോയി ചെന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത ശാലിനിക്കും വിഷ്ണുവിനും സത്യാമ്മയോടുള്ള ആ റെസ്പെക്റ്റ്, സത്യാമ്മയുടെ ജീവൻ്റെ മേലുള്ള ഒരു താല്പര്യം, അതുകൊണ്ടാണ് അവരവരുടെ വിവാഹവും ജീവിതവും എല്ലാം വേണ്ട അതിൻ്റെ അകന്ന് നിൽക്കുന്ന പോലും എന്ന് അറിയാതെയാണ് ഈ എന്താണ് സത്യാമ്മ കടന്ന് ഇത്രയും തുള്ളുന്നതെന്ന് അറിയുന്ന ഒരു നിമിഷം സത്യാമ്മയ്ക്ക് വരാൻ പോകുന്ന ഒരു അതിൻ്റെ ഒരു മനസ്സിൻ്റെ പശ്ചാത്താപം ഉണ്ടല്ലോ, അത് ചെറുതൊന്നും ആകത്തില്ല. അത് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമലനെ സത്യാമ്മ ഇവിടുന്ന് ആട്ടി ഇറക്കി വിടുക, ഇറങ്ങടാ നിൻ്റെ അടുത്ത് ആര് പറഞ്ഞാൽ ഇവിടെ കയറി വരാൻ അതിൻ്റെ കമലനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. കമല ഒന്നും പറഞ്ഞില്ല. കമല സങ്കടപ്പെട്ട് പുറത്തേക്ക് പോയി മുറ്റത്ത് പോയി ആ വണ്ടിക്കകത്ത് ഒറ്റ അടി വെച്ച് കൊടുക്കണം. കമലനെ അവിടെ ഒരു അടി വെച്ച് കൊടുക്കണം. ഇവിടെ വിഷ്ണു ആശാൻ എന്താണ് സെറ്റിക്കകത്ത് അടിച്ചിട്ടിരിക്കുന്നതൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മധുശ്രീയുടെ പാരൻസ് പറയുന്നുണ്ട്, ഇനിയിപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളായ സ്ഥിതിക്കകത്ത് ഇനി എങ്ങനെ സത്യാമ്മ ഇതൊന്നും മുന്നോട്ടേക്ക് നടക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത്? അല്ല ഞങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടാം വിവാഹത്തിനൊന്നും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു, പിന്നെ സത്യാമ്മയുടെ വീടല്ലേ എന്ന് കരുതിയിട്ടാണിത്. പക്ഷെ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ. വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്താണ് ആ പെണ്ണ് തന്നെ ആണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിജയകുമാറിൻ്റെ അടുത്ത് സത്യാമ്മ ചോദിക്കുന്നുണ്ട്, താൻ ഇതൊന്നും പറയാമെന്ന് വിജയകുമാറെ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനെല്ലാം പറഞ്ഞു സത്യാമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ മധുശ്രീയുടെ അച്ഛൻ ശിവൻകുട്ടി പറയുകയാണ്, അത് അങ്ങനെയല്ല സത്യാമ്മ, സാധാരണ ബന്ധങ്ങളിനകത്ത് രണ്ടാം കെട്ടാണെങ്കിലും ഒന്നി പെണ്ണും ചെറുക്കനും തമ്മിൽ ഡിവോഴ്സായി കാണും, അല്ലെങ്കിൽ എന്താണ് പെണ്ണിപ്പം ജീവനോടെ കാണത്തില്ല എന്ന് പറയുമ്പോൾ ജീവനോടെ കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും രാഘവട്ടെ കളി വന്നു, അതായത് അനാവശ്യം പറയില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും രാഘവട്ടൻ എന്ന് പറയാം, അയ്യോ ഞാൻ നിങ്ങളുടെ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞതല്ല, സാധാരണ നാട്ടു നടപ്പിൽ അങ്ങനെ ആണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ നേരെ രാഘവട്ടൻ്റെ ദേഷ്യം നോക്കും, ഈ കിളവന് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ കിളവനാണല്ലോ ഈ ശാലിനിയെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുള്ള രീതിക്കകത്ത് മധുശ്രീ മനസ്സിൽ വീണ്ടും ചിന്തിക്കുമ്പോഴത്തേക്കും പറയുമോ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ, വിഷ്ണു മോഹൻ്റെ മനസ്സിനകത്താണെങ്കിൽ ആ പെണ്ണ് തന്നെ ആണല്ലോ കുടിയിരിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ഞങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സത്യാമ്മയുടെ പ്രസ്റ്റേജിന് എന്താണ് കോട്ടം തട്ടത്ത രീതിയിൽ അവർ സംസാരിച്ചു. ഉടനെ സത്യാമ്മ എന്താണ് ഈ ബ്രോക്കറോട് പറയാണ്, എടോ താനൊരു കാര്യം ചെയ്, ഇവരെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇപ്പം ഇറങ്ങാൻ നോക്കിക്കോ, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്കും രോഹിത്തിനും വിഷ്ണുവിനും രാഘവട്ടനും എല്ലാവർക്കും ഹാപ്പിയായി. കാരണം കല്യാണം എന്തായാലും മുടങ്ങി. അവരും എന്താണ് അവിടെ നിന്നിട്ട് പറയുവാണ്, ഞങ്ങൾ ഇതല്ല സത്യാമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഉത്തരം, പക്ഷേ സത്യാമ്മ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വാ മോളെ എണീറ്റ് വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ അവിടെ ട്വിസ്റ്റ് ഇടുവാണ്. മധുശ്രീ പറയുമ്പോഴത്തേക്കും പറയുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ അച്ഛനമ്മേ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഉടനെ അയാൾ ഞെട്ടിരിക്കുമോ, നീ എന്തുകൂടി ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മധുശ്രീക്ക് ഇപ്പം പ്രാന്തായി കാണുന്നു? അല്ല, മധുശ്രീക്ക് പ്രാന്തായിട്ടല്ല, പക്ഷേ ഒരു കാര്യം അലക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ച ഒരു വ്യക്തിയാണ് സത്യാമ്മ എന്ന് പറയുന്നത്. കുഞ്ഞ് പ്രായം തൊട്ട് ആ സത്യാമ്മയുടെ വീട്ടിലേക്കുള്ള മരുമോളെന്ന് പറയുമ്പം തന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷ്ണു കല്യാണം കഴിച്ച ഒരു പെണ്ണുണ്ടെന്ന് പറയുന്നത്, അപ്പോഴും ഇവൾക്ക് ശാലിനി അറിയാമെന്നുള്ള ഭാവമൊന്നും ഇവൾ കാണിക്കുന്നില്ല, അത്ര സീക്രറ്റായിട്ട് അങ്ങ് എന്താണ് അഭിനയിക്കുവാണ്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലത്ത് കൂടെ നിൽക്കുന്ന ഭാര്യയെ പോലും സ്നേഹിക്കാതിരിക്കുമ്പം എത്രയോ വർഷങ്ങൾ കൊണ്ട് അകന്ന് നിന്നിട്ടും അതേ ഭാര്യയോട് ഇത്രയും മനസ്സിൽ സ്നേഹം ഒരു പുരുഷന് കാണുമോ? അങ്ങനെയൊക്കെ ഒരു പുരുഷനെ കിട്ടുന്ന ഒരു സ്ത്രീയുടെ ഭാഗ്യമല്ലേ. ആ പുരുഷൻ്റെ ഭാര്യയാകാനും ആ പുരുഷൻ്റെ സ്നേഹം കിട്ടാനും ഏത് പെണ്ണാ കൊതിക്കാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മ അങ്ങ് ഞെളിഞ്ഞങ്ങ് ഇരിക്കുവാണ്. കാരണം എൻ്റെ മോൻ്റെ സ്നേഹത്തിനെ വെച്ച് ഇവിടെ അങ്ങ് തൂക്കി പറയുവാണല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ സത്യാമ്മയുടെ മരുമോളാവെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്, അതൊരു മഹാഭാഗ്യമല്ലേ.
എനിക്ക് വിഷ്ണുവായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് 100 എണ്ണ സമ്മതമാണ്. വിഷ്ണുവിന് എന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഞാൻ കാത്തിരിക്കും. സ്നേഹം നേടുന്ന കാര്യമൊക്കെ സ്നേഹം കൊണ്ട് ഇന്ന് വരെ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ നേടിയെടുത്തോളാം ആ സ്നേഹം. പിന്നെ അഥവാ ഇനി വിഷ്ണുവിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയാലും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ വിഷ്ണു എന്നെ സ്നേഹിക്കാൻ വേണ്ടി കാത്തിരിക്കും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ എനിക്ക് തയ്യാറാണ്. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും, മോളെ എന്ന് അവരൊക്കെ പറയുമ്പോഴത്തേക്കും സത്യാമ്മ അന്തം വിട്ട് ആസ്വദിച്ചങ്ങ് നിൽക്കുവാണ്. അയ്യോ, ഇവളെ ആണല്ലോ എന്നെ ഇത്രയും കാലം നഷ്ടപ്പെടുത്തി പോയെന്നുള്ള രീതിക്ക് അത് ആസ്വദിക്കുമ്പോഴത്തേക്കും ഇവൾ അടുത്ത അടവ് ഇറക്കുവാണ്. നേരെ പോയി സത്യാമ്മയുടെ കാലിൻ്റെ കീഴിൽ അങ്ങ് ഇരുന്നിട്ട് പറയുവാണ്, സത്യാമ്മ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആരാണ് സത്യാമ്മ ഇങ്ങനത്തെ ഒരു പുരുഷനെ ആഗ്രഹിച്ചു പോകാത്തത്? ഞാൻ ഇത്രയും കാലം കല്യാണമൊക്കെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ വിഷ്ണുവിനെ പോലെ ഒരു വ്യക്തി, ഭാര്യ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അകന്നെതിരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഏത് പെണ്ണിന് വേണ്ടെന്ന് പറയാൻ പറ്റും? ഇനി വിഷ്ണു എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നാണോ വിഷ്ണു ശാലിനിയൊക്കെ മറന്നു വരുന്നത്? ആ കാലം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതം കൊണ്ടായാലും ഞാൻ അത് കാത്തിരിക്കാൻ തയ്യാറാന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മ അവളങ്ങ് വാരി അങ്ങ് എടുത്ത് മുന്നിലേക്ക് നിർത്തിയിട്ട് പറയുവാണ്, ഓ എവിടെ ആയിരുന്നു മോളെ നീ ഇത്രയും കാലം ഈ സത്യാമ്മയുടെ കണ്ണ് വെട്ടി ചൊളിച്ചിരുന്നത്? നീ പറഞ്ഞത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശിവൻകുട്ടിയും വന്ന ആ പെണ്ണുമ്പിളൊക്കെ അങ്ങ് ഫ്ലാറ്റായി, കമലൊക്കെ ഫ്ലാറ്റായിട്ട് അപ്പം നിങ്ങൾ അമ്മയും മോളൊക്കെ ഒന്നാ, ഇനി ഞങ്ങൾ എന്താ പറയാനാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇവളെ വേണം, എൻ്റെ പൊന്നിനെ ആർക്കും വിട്ട് എത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ മധുശ്രീ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അപ്പം മധുശ്രീ മനസ്സിലാക്കിയോ, നിന്നോടോ നിൻ്റെ മോനടുത്തുള്ള സ്നേഹമോ കാര്യങ്ങളോ പൂതിയോ ഒന്നും കൊണ്ടല്ല, ശാലിനിയുള്ള പ്രതികാരം എനിക്ക് വീട്ടണം. അത് വീട്ടാൻ മധുശ്രീയുടെ ജീവിതം തല്ലി കെടുത്തിയിട്ടായാലും ശാലിനിയെ തോൽപ്പിക്കാൻ മധുശ്രീ എന്തും ചെയ്യും എന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത പൊട്ടക്കൻ്റെ വീഴാൻ വേണ്ടി നിൽക്കുവാണ് ഇവർ. അപ്പോഴത്തേക്ക് രോഹിത്തും രാഘവേട്ടനൊക്കെ മനസ്സിലാക്കി, ഇവൾ എന്തൊരു പെണ്ണാ, ഒരു പുരുഷൻ തന്നെ സ്നേഹിക്കത്തില്ലെങ്കിലും ആ സ്നേഹം പിടിച്ചു പറിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറാൻ പോകുന്നു. ഇവർക്ക് നാണോ മാനോ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ശ്യാമ ചിന്തിക്കുന്നുണ്ട്, ഓ തന്തയും തള്ള ഒഴിഞ്ഞു പോകാൻ നിന്ന സാധനം, എന്നിട്ട് ഇവളാണെങ്കിൽ ഇവക്കിത് എന്തിൻ്റെ കേടാ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സത്യാമ്മ ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കുവാണ്. അപ്പം എനിക്ക് ഇവളെ ഇപ്പം ഇവിടുന്ന് വിടാനേ മനസ്സില്ല. ഇപ്പം തന്നെ ഇവക്കൊരു താലി മേടിച്ച് കെട്ടിക്കൊടുത്ത് ഇവിടെ എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണാക്കണം. ഇവളാണ് എൻ്റെ മരുമോൾ, ഇവളാണ് സത്യാമ്മയുടെ മരുമോൾ എന്ന് പറഞ്ഞിട്ട് നിന്നെ പോലത്തെ ഒരു പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം ഞെട്ടിരിക്കും. ആർക്കും അവിടെ വോയിസ് ഇല്ല. സത്യാമ്മ ഈ കല്യാണം അങ്ങ് ഉറപ്പിച്ച്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം ഇനി എങ്ങനെ സത്യാമ്മ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് നാളെ തന്നെ അങ്ങ് നിശ്ചയം അങ്ങ് നടത്തിയാലോ, നിശ്ചയം നടത്തിയിട്ട് ഒരു കല്യാണം ആക്കാം. അപ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് അമ്മയ്ക്കും മോക്കും തമ്മിൽ ഇത്രയും ഇഷ്ടമായ സ്ഥിതിക്ക് അത് ഇനി നാളെയോ ഇന്നോ എപ്പം വേണമെങ്കിലും നടത്താമല്ലോ. അപ്പോഴത്തേക്ക് അവരങ്ങ് കല്യാണത്തിനങ്ങ് സമ്മതിക്കണം. അപ്പം നാളെ വിഷ്ണുവിൻ്റെ നിശ്ചയമാണ് ഉറപ്പിച്ചിരിക്കുന്ന ഈ എപ്പിസോഡിനകത്ത്. അപ്പോൾ വിഷ്ണുവിൻ്റെ നിശ്ചയം ഉറപ്പിച്ച് കേട്ട് വിഷ്ണുവിന് സഹിക്കാൻ വയ്യ, വിഷ്ണുവിന് സങ്കടം, രാഘവേട്ടനും എല്ലാവർക്കും സങ്കടം. നാളെ തന്നെ നിശ്ചയം എന്ന് പറഞ്ഞിട്ട് ശ്യാമയൊക്കെ അങ്ങ് ഞെട്ടിയിരിക്കുവാണ്. കാരണം സത്യാമ്മ ഇത്ര വേഗത്തിൽ ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് രാഘവേട്ടനോ ശ്യാമയോ ആരും കരുതിയില്ല. കാരണം ഒറ്റയടിക്കല്ലേ പറഞ്ഞത് നാളത്തെ ദിവസം തന്നെ എന്ന് പറഞ്ഞത്. എന്നാൽ ശരി സത്യാമ്മ, അപ്പം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്ന് നമ്മുടെ ഈ വിജയകുമാർ ചോദിക്കുന്നുണ്ട്. ബാക്കി കാര്യം എന്തുവാടോ? ബാക്കി കാര്യം ഒന്നുമില്ല, എനിക്ക് ഈ പെണ്ണിനെ മാത്രം മതി എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ലല്ലോ, ഞങ്ങൾക്ക് ഒറ്റ മോളാ, ഞങ്ങളുടെ എല്ലാ സ്വത്തും അവൾക്ക് തന്നെയാണ്. ഞങ്ങൾ എന്തായാലും പിന്നെ എൻ്റെ ജീവിതകാലം കഴിഞ്ഞിട്ട് ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ലോ, അതുകൊണ്ട് എല്ലാ സ്വത്തും ഞങ്ങളുടെ ഒറ്റ മോക്കുള്ളത് തന്നെയാണ്. ഇട്ട് മൂടാനുള്ള എല്ലാ സ്വത്തും അവൾക്ക് തന്നെ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറയുന്നത് എനിക്ക് എൻ്റെ ഈ പൊന്നിനെ മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവള് തന്നെയാണ് വലിയ ദാനം, പിന്നെ എന്തിനാ എനിക്ക് മറ്റൊരു ദാനം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും കോരിത്തെരിച്ചങ്ങ് നിൽക്കുകയാണ്. വേറെ ഒന്നും പറയാൻ കണ്ടില്ല എന്ന രീതിക്ക് അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ബ്രോക്കർ പറയുന്നുണ്ട്, അപ്പം സാധാരണ വീട്ടിൽ പോക്കറ്റ് മണിക്കും കാറിനും വണ്ടിക്കും സ്വർണ്ണത്തിനൊക്കെയാണ് അടി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, മധുമോക്ക് കൊടുക്കാനുള്ളതൊക്കെ അവരുടെ വീട്ടുകാർ കൊടുക്കട്ടെ, സത്യാമ്മ അതൊന്നും കണ്ടില്ല എന്നങ്ങ് വെച്ചാൽ മതി, സത്യാമ്മയ്ക്ക് വേണ്ട സത്യാമ്മയ്ക്ക. അപ്പോൾ അപ്പോഴത്തേക്കും അവർ പറയും, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സത്യാമ്മേ എന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ നിങ്ങൾ വന്നിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു പച്ചവെള്ളം പോലും കുടിച്ചില്ലല്ലോ, ഒരു 5 മിനിറ്റ് കാത്തിരുന്നാൽ തണുത്ത വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുവാണ്, അയ്യോ ഇല്ല സത്യാമ്മ, നാളത്തേക്ക് നിശ്ചയം എന്ന് പറയുമ്പം അടുത്ത ബന്ധുക്കാരൊക്കെ ചെന്ന് വിളിക്കണം, പോയി വിളിക്കേണ്ടടുത്ത് പോയി വിളിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നാളത്തേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സമയമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും സത്യാമ്മ, നാളത്തെ നിശ്ചയമല്ലേ, നാളത്തെ നിശ്ചയത്തിന് സത്യാമ്മ 5 കൂട്ടം പായസവും 7 കൂട്ടം പായസമായിട്ട് സദ്യ തന്നെ ആവട്ടെ, ഞങ്ങൾ ഇരുന്ന് സൽക്കാരത്തോടെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് ഇയാളുടെ ഭാര്യയും പറയുമ്പോൾ 5 കൂട്ടോ 7 കൂട്ടോ 70 കൂട്ടോ പായസമാവുമല്ലോ. സത്യാമ്മയുടെ മനസ്സ് നിറഞ്ഞുള്ള കാര്യം ഈ നാട്ടുകാർ മൊത്തം അറിയണോ? സത്യാമ്മയുടെ മകൻ്റെ കല്യാണോ, വിഷ്ണുവിൻ്റെ കല്യാണോ, അത് അതിൻ്റെതായ ആഡംബരത്തിൽ ഞാൻ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് ഞെളിഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് അവരിറങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് ഇവിടുന്ന് വിടാൻ മനസ്സേ ഇല്ല, സത്യാമ്മ അവളങ്ങ് മൊത്തത്തിലങ്ങ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൊണ്ട് യാത്രയാക്കാനായിട്ട് സത്യാമ്മ തന്നെ മുറ്റം വരെ വരുവാണ്. എന്തായാലും ഭാഗ്യം എല്ലാവരും കൂടെ എഴുന്നള്ളണം എന്ന് നിർബന്ധം പിടിക്കാൻ നിന്നില്ല.
വിഷ്ണുവും ബാക്കി എല്ലാവരും അകത്തേക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, അച്ചച്ച ഞാൻ സത്യം പറഞ്ഞു, അച്ചച്ചനെങ്കിൽ എന്നെ ഒന്ന് വിശ്വസിച്ച്, ആ ചേച്ചി പന്നല, അതൊരു ബാഡ് ഗേളാ, അവൾ കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും, ഇതൊക്കെ ഞാൻ കണ്ടതാ, എൻ്റെ 2 കണ്ണും കൊണ്ട് കണ്ടതാ. ഞാൻ പറഞ്ഞിട്ട് അച്ഛമ്മ ഒന്നും വിശ്വസിച്ചില്ല. അച്ചച്ചാനെങ്കിൽ എന്നെ കാര്യം മോളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ പപ്പിമോളുടെ കണ്ണുകൾ കണ്ട തെറ്റാന്ന് അച്ചച്ചൻ പറയത്തുമില്ല. പക്ഷെ ഇവിടെ മോളെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുന്നത് നിൻ്റെ അച്ചമ്മയ്ക്കാണ്. നിൻ്റെ അച്ചമ്മയുടെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുന്നു. നല്ലതൊന്നും കാണാൻ എൻ്റെ കണ്ണ് പ്രവർത്തിക്കത്തില്ല. ബാമ അറിയുന്നില്ല. ബാമ സുസ്മിതയെക്കാളും വലിയൊരു ആപത്തിനാണ് അടുത്ത് പിടിച്ച് ഇരുത്തുന്നുള്ള കാര്യം ബാമ അറിയുന്നില്ല. ഇവിടുന്ന് ഒഴിഞ്ഞു ഇരുന്നിട്ടും ആ സാധനത്തിനെ വീണ്ടും പിടിച്ച് അടുത്ത് വെച്ചിരിക്കുവാണ് ബാമ. ബാമ അറിയുന്നില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കാളിയനെയാണ് ബാമ കഴുത്തിലെടുത്ത് ചുറ്റിരിക്കുന്നുള്ള കാര്യം ബാമ അറിയുന്നില്ല. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. ഉടൻ തന്നെ തീരുമാനിച്ചാണല്ലേ, നാളത്തെ ദിവസം തന്നെ അങ്ങ് നിശ്ചയമൊന്നും, ഇവക്കൊരു വിവരമുണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവളെ ടാറ്റായും ബായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് മധുശ്രീനെ അങ്ങ് ഇറക്കി വിടുവാണ്. മധുശ്രീ കാറിൽ പോകുന്നു. വിഷ്ണു ഇവിടെ എന്താണ് ഈ കല്യാണത്തിന് ദേഷ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക്